ആ നിലയ്ക്കുള്ള ഒരു ഇടപെടലാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വ്യാപാരികൾ മാത്രമല്ല, ഷെയ്ഖ് നാസറുദ്ദീനെ പോലുള്ള അക്കൗണ്ടന്മാരുണ്ട്, പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ. കാരണം എന്താ പറയുക, നിങ്ങളുടെ സംശയങ്ങൾ മറ്റൊരാളുടെ സംശയമാണ്. അത് നിങ്ങൾ ചോദിക്കുന്നതോട് ഒരുപാട് ആളുകളുടെ സംശയം മാറും, അഥവാ അവർക്ക് അതിനെക്കുറിച്ച് പുതിയ അറിവ് കിട്ടും. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു. ഞാൻ ഈ സർവീസിൽ വന്നിട്ട് 10-25 വർഷമായി. ഞാൻ വരുമ്പോൾ ഉള്ള നിയമം എന്ന് പറയുന്നത് വിൽപ്പന നികുതി നിയമമാണ്. അത് കഴിഞ്ഞ് 2005 വന്നപ്പോ വാറ്റ് നിയമമായി. 2017 വരുമ്പോ GST നിയമമായി. പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, മറ്റൊരു മാറ്റങ്ങളിലും കാണാത്ത രീതിയിലുള്ള ഒരു താല്പര്യം ഈയിടെ അതുമായി ബന്ധപ്പെട്ടവരിൽ കാണുന്നുണ്ട്. അതിന്റെ അടയാളമാണ് നിങ്ങൾ. ഈ ക്ലാസ് എന്ന് കേട്ടപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇത് മാറ്റ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അന്ന് നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ വേറെ ചിലരെ ഏൽപ്പിച്ചു. അതൊക്കെ അതിന്റെ ആൾക്കാർ നോക്കിക്കോളും, ഞങ്ങൾ ഇതിന് കൊണ്ട കാര്യമില്ല എന്നൊരു സമീപനം എടുത്തു. കാലം മാറി വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കാര്യങ്ങൾ ആദ്യം അറിയേണ്ടത് ഞങ്ങളാണ്. കാരണം എന്താണെന്നറിയോ, ഈ നിയമത്തിന്റെ ഇരകൾ നിങ്ങളാണ്. അപ്പൊ അതൊരു നല്ല തുടക്കമാണ്. ഇതിന്റെ ഭാരവാഹികളെ അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഞാൻ എപ്പോഴും എന്റെ ഔദ്യോഗിക വേദികളിലും പരസ്യ വേദികളിലും പറയാൻ മടിയില്ലാത്തൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ, ഞാനൊരു നോട്ടീസ് കൊടുത്തിട്ട് എന്റെ മുമ്പിൽ വന്ന് തലയും കുത്തി ഇരിക്കുന്ന ഒരു വ്യാപാരി 90% ഈ നിയമത്തെ കുറിച്ച് അറിയാത്തവരാ. അറിഞ്ഞവരാരും വരില്ല. കാരണം എന്താ പറയുക, കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിക്കും. അതുകൊണ്ട് ആരും തലയും താഴ്ത്തിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അറിയാതെ സാറിന് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു, അത് അങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു, സാർ ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നവരാ 90-95% ജനങ്ങൾ. ഇനി അത് സംഭവിക്കും. ഇപ്പൊ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാവർക്കും വിവരമുണ്ട്, എല്ലാവരും മൊബൈലിലാണ്, കാര്യങ്ങളൊക്കെ അപ്പപ്പോ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്, കടയിലിരുന്ന് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് പറയാനുള്ള ഗതികേട് വരാതിരിക്കുക. അതിനൊക്കെ എളിയ തുടക്കം 1-2 ക്ലാസ് കൊണ്ട് ഇത് അവസാനിക്കില്ല. കാരണം എന്താണ് നിങ്ങളെ ബാധിക്കുന്ന സ്റ്റേറ്റ് നിയമം എന്ന് ഇതുവരെ പാസ്സായിട്ടില്ലല്ലോ. കേരള GST നിയമം ഇതുവരെ പാസ്സായിട്ടില്ല. അതിനി നമ്മുടെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രാഥമികമായ കാര്യങ്ങളെ ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. മതി, പ്രാഥമികമായ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതിൽ നിന്നാണല്ലോ അടുത്ത അറിവുണ്ടാവുന്നത്. GSTയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റമാണ് GST. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി. 1950 ഇത് റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ആദ്യത്തെ നിയമം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു കൊണ്ടുവന്നു, നമ്മുടെ രാഷ്ട്രമായിട്ട് നിലനിൽക്കണമെങ്കിൽ അടിയന്തരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ രാത്രിയിൽ 63 കോടി ജനങ്ങളും ഒരുപാട് ചോരക്കളങ്ങളുമായിട്ട് വിറങ്ങലിച്ചു നിന്ന രാഷ്ട്രമാണ് നമ്മുടേത്. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ നെഹ്റു പറഞ്ഞു, സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ തീർക്കണം. 5 വർഷത്തേക്ക് ഒരു പദ്ധതി പ്രഖ്യാപിച്ച് തീർക്കണം. അത് കഴിഞ്ഞ 1969 ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശസാൽക്കരണം പ്രഖ്യാപിച്ചു. ബാങ്കുകൾ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് അതിന് വഴി തുറന്നു കൊടുത്തു. അതുവരെ ബാങ്ക് എന്ന് പറയുന്നത് ധനികന്റെ സ്ഥാപനം, പാവപ്പെട്ടവനും കയറാൻ പാടില്ല. നിങ്ങൾ ബാങ്കിൽ പോയി നോക്കി, ബാങ്കിലൊക്കെ പാവപ്പെട്ടവരുള്ളൂ. ധനികരൊക്കെ ബാങ്കിന്റെ പുറത്തുനിന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതും കഴിഞ്ഞ് 91 നരസിംഹറാവു ഗവൺമെന്റ് നടപ്പാക്കിയ ഉദാരവൽക്കരണവും കഴിഞ്ഞ 2017 കയറുമ്പോഴാണ് ഏറ്റവും വലിയ മാറ്റം GST വരാൻ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞേ മതിയാവുള്ളൂ. കാരണം നിങ്ങളാണ് ആ നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. ഞങ്ങളാണെങ്കിൽ കൂടി ആ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ നിങ്ങളാണ്. നിങ്ങൾ അറിഞ്ഞേ മതിയാവുള്ളൂ എന്താ GST. നിങ്ങൾ കരുതുന്ന പോലെ GST ഇപ്പൊ നിലവിലുള്ള വാറ്റുമായി വലിയൊരു വ്യത്യാസമൊന്നുമില്ല. അതിന് സാദൃശ്യങ്ങളുണ്ട്, വ്യത്യാസങ്ങളുമുണ്ട്. GSTയെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാനും അതേപോലെ തന്നെ എന്റെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ലത്തീഫ് സാറുമ ആണ് മലപ്പുറം ജില്ലയിൽ നിന്ന് 2 ട്രെയിനിങ് കിട്ടിയ വ്യക്തികൾ. ഞങ്ങൾക്ക് ആഴ്ചകളോളം നിങ്ങളുടെ ട്രെയിനിങ് ആയിരുന്നു. സംസാരിക്കാൻ വേണ്ടി ആഴ്ചകളോളം നീളുന്ന വിഷയങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ താല്പര്യം ഏതാണോ അത് നിങ്ങൾ ചോദിക്കണം.
എന്താണ് GST? എന്താണ് ഇപ്പൊ നിലവിലുള്ള നിയമത്തിൽ നിന്നുള്ള മാറ്റം? ഇതെങ്ങനെയാണ് ഒരു വ്യാപാരി സമൂഹത്തെ ബാധിക്കാൻ പോണത്? എല്ലാവർക്കും പേടിയാണല്ലോ. കഴിഞ്ഞ മാസം 8-ാം തീയതിക്ക് ശേഷം എന്തും സംഭവിക്കും എന്നുള്ള ഒരു ബോധം ജനത്തിനുണ്ട്. 500,000 ചത്തതോട് കൂടിയിട്ട് ഇത് സംഭവിക്കുമെങ്കിൽ ഇനി എന്തും സംഭവിക്കും. എല്ലാത്തിന്റെ സൂചനയാണത്. സംഭവിക്കും. അതിനെ തുടർന്ന് തന്നെയാണ് GST വരുന്നത്. അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങൾ അതെങ്ങനെ ബാധിക്കും? നിങ്ങൾ എങ്ങനെ അതിന് ഒരുങ്ങണം? ഞാനൊക്കെ ഒരുങ്ങണം. ഞാൻ ഒരുങ്ങണോ? എന്നത് ബാധിക്കുമോ? ബാധിക്കുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഈ വക സംശയങ്ങളാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത്. ആ വക ചർച്ചകളാണ് നിങ്ങളുടെ ഉണ്ടാവേണ്ടത്. GST എന്താണെന്നൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കണം. ഇതുവരെ നിങ്ങളൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോഴോ ഉൽപ്പാദിപ്പിക്കുമ്പോഴോ സംസ്ഥാന സർക്കാരിന് ടാക്സ് കൊടുത്തിരുന്നു. അതിനേക്കാളേറെ ടാക്സ് നിങ്ങൾ സർവീസ് ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നു. നിങ്ങളൊക്കെ മാസം ഒരു 100 കണക്കിന് 1000 കണക്കിന് രൂപ നിങ്ങൾ അറിയാതെ കേന്ദ്ര ഗവൺമെന്റിന് നികുതി കൊടുത്തിരുന്നു. നിങ്ങൾ മൊബൈലിൽ റീചാർജ് ചെയ്യുമ്പോൾ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 55 രൂപയിലേ കയറുള്ളൂ. ബാക്കി 15 കേന്ദ്ര ഗവൺമെന്റിനാണ് വരുന്നത്. അത് സർവീസ് ടാക്സ് ആണ്. അതുപോലെയുള്ള നികുതികൾ, സർവീസ് ടാക്സും ഈ ടാക്സും ഒക്കെ പാടെ കൂടിയിട്ട് ഇനി ഒരൊറ്റ ഫണ്ടായി മാറി. ഇനി സർവീസ് ടാക്സ് വേറെ അല്ലെങ്കിൽ വാറ്റ് വേറെ എന്നില്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് നടത്തുന്ന ഒരു കടയാണ് വിചാരിച്ചോളൂ. നല്ല വലിയ കടയാണ്. എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എന്തുണ്ട്, വാറ്റ് കൊടുക്കണം. അതോടനുബന്ധിച്ച് നിങ്ങളൊരു വർക്ക്ഷോപ്പ്, അത്യാവശ്യം നല്ല വർക്ക്ഷോപ്പ്, ചെറിയ വർക്ക്ഷോപ്പ് എന്നല്ല ഉദ്ദേശിച്ചത്, വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് വിചാരിക്കുക. ഇതുവരെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നികുതി വന്നിരുന്നുള്ളൂ. ഇനി അതേ മുതലാളി അതേ കെട്ടിടത്തിൽ ഇതേപോലെയുള്ള വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ സർവീസ് ടാക്സും കൂടി ഈ പറഞ്ഞ സ്പെയർ പാർട്സിന്റെ നികുതിയുടെ കൂടെ അടയ്ക്കേണ്ടി വരും. സിംപ്ലി. അതേപോലെ നിങ്ങൾക്ക് ഒരു ടയർ കടയുണ്ട്, ട്യൂബ് കടയുണ്ട്, ടയർ മാറ്റി കൊടുക്കുന്നു, ട്യൂബ് മാറ്റി കൊടുക്കുന്നു. അതോടൊപ്പം ഒരു വീൽ അലൈൻമെന്റ് മെഷീൻ ഉണ്ട്. ഇതുവരെ വീൽ അലൈൻമെന്റ് ചെയ്യുന്നതിന് ഒരു ടാക്സ് ഒന്നും വാങ്ങിച്ചിരുന്നില്ല. ഇനി വീൽ അലൈൻമെന്റ് മാറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്ന തുകയ്ക്ക് സർവീസ് ടാക്സും കൂടി കൊടുക്കണം. നിങ്ങൾക്ക് തുണിക്കടയുണ്ട്, അതോടനുബന്ധിച്ച് നല്ലൊരു തയ്യൽ കടയുമുണ്ട്. രണ്ടും ഒരേ ബിൽഡിങ്ങിൽ ഒരേ മുതലാളി, ഒരേ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒരേ പാർട്ണർഷിപ്പ് ആണെങ്കിൽ തയ്യലിനും കൂടിയുള്ള സർവീസ് ടാക്സ് കൊടുക്കേണ്ടി വരും. സാറേ എനിക്ക് തയ്യൽ എന്താ ആകെ കിട്ട ഒരു കൊല്ലത്തിൽ 1,00,000 രൂപയാണ് മതി. കാരണം നിങ്ങൾ ടേൺ ഓവർ കണക്കാക്കാൻ തയ്യൽ വേറെ തുണി വിൽപ്പന വേറെ എന്ന് രണ്ടില്ല. രണ്ടും ഒന്നാണ്. അതാണ് GST. സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോ ഇതാണ് GST. അതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളെങ്ങനെ ബാധിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു. മാതൃകാ നിയമം പാസ്സായിട്ടുള്ള സ്റ്റേറ്റ് നിയമങ്ങൾ പാസ്സായിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആഹ്ലാദിക്കാം. എന്തെന്നറിയോ? GST എന്ന് പറയുന്നത് ഒരു വളരെ വലിയ വ്യാപാരി സൗഹൃദ നിയമമാണ്. ഒരു 75% വ്യാപാരി സൗഹൃദമാണ് GST. എന്റെ അനുഭവത്തിൽ വാറ്റ് അങ്ങനെയല്ല. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് സൗഹൃദമാവുക? അത് വഴിയെ പറഞ്ഞുതരാം. കാരണം എന്തെന്നറിയോ? നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് വാങ്ങിയാലും, കാശ്മീരിൽ നിന്ന് വാങ്ങിയാലും, ഡൽഹിയിൽ നിന്ന് വാങ്ങിയാലും, പഞ്ചാബിൽ നിന്ന് വാങ്ങിയാലും ഒക്കെ അവിടെ കൊടുത്ത നികുതി ഇവിടെ കിഴിവെടുക്കാം, ക്രെഡിറ്റ് എടുക്കാം. തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. എന്തുകൊണ്ടാണ് നികുതി വെട്ടിപ്പ് കൂടുന്നത്? നിങ്ങൾ ഡൽഹിയിൽ വാങ്ങുമ്പോൾ ഡൽഹിയിൽ ടാക്സ് കൊടുക്കണം, ഇവിടെ വരുമ്പോൾ വീണ്ടും ഒരു ടാക്സ് കൊടുക്കണം. അപ്പൊ പിന്നെ ഏറ്റവും നല്ല എന്താ? വെട്ടിക്കല. നികുതിക്ക് മേൽ നികുതി വരികയാണ്. ഇനി അങ്ങനെ ഒരു പരിപാടിയില്ലല്ലോ. എന്ത് സാധനം എവിടെ നിന്ന് വാങ്ങിയാലും നിങ്ങൾക്ക് കിഴിവെടുക്കാം, ക്രെഡിറ്റ് എടുക്കാം. ഇന്ത്യ ഒട്ടാകെ ഒരു സ്റ്റേറ്റ് ആയി മാറി. ഏറ്റവും വലിയ കാര്യം അതിലും വലിയ കാര്യം കിടക്കണ എവിടെയെന്നറിയോ? ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ മഞ്ചേരിയിലുള്ള ഒരു വ്യാപാരി ഒരു മാസം കഴിഞ്ഞു, 31-ാം തീയതി കഴിഞ്ഞു. ഈ വ്യാപാരിയുടെ പേരിൽ ആരൊക്കെ വിൽപ്പന നടത്തി എന്ന് ഈ വ്യാപാരിക്ക് അറിയില്ല. നിങ്ങളിപ്പോ ഒരു ടെക്സ്റ്റൈൽസ് കടക്കാരനായിരിക്കാം. ഓരോ ഷർട്ടും പാൻസും വാങ്ങുമ്പോൾ ബില്ല് കുറിച്ച് കൊടുക്കുന്നുണ്ട്. ആ ബില്ലിന്റെ തലപ്പത്ത് നിങ്ങളുടെ ടിൻ നമ്പറുണ്ട്.
ഇതിപ്പോ എനിക്കെന്താ നിങ്ങളുടെ പേര് ഇതാ ഞാനൊരു 1000 പാൻസ് വിറ്റിട്ടുണ്ട്, 1000 ഷർട്ട് വിറ്റിട്ടുണ്ട്, ഈ സാധു അറിയണേ ഉണ്ടാവില്ല. അവസാനം 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ വ്യാപാരിക്ക് ഒരു നോട്ടീസ് വരും, ഇത്ര 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 വിൽപ്പന നീ അക്കൗണ്ട് ചെയ്തിട്ടില്ല. ഇടി തട്ടിയ പോലെ ഇരിക്കുന്നുണ്ടാവും. സാർ ഇത് ഞാൻ കൊണ്ടുവന്നതല്ലോ. അന്ന് പറയാൻ പറ്റൂല, അന്ന് ഞങ്ങളോട് പറയണം നിയമം അങ്ങനെയാണ്, നിന്റെ പേരിൽ എഴുതിയതാണ്. എന്നാ ഇത് ആരായി ബില്ല് എഴുതിയെന്ന് വെച്ചാൽ അവന്റെ കഴുത്തിൽ ഇനി പോയി പിടിച്ചോ. അപ്പൊ വ്യാപാരികൾ ചോദിക്കും പല സ്ഥലം നിങ്ങൾക്ക് പിടിച്ചൂടെ? ഞങ്ങൾക്ക് പറ്റൂല. സെക്ഷൻ 9 പ്രകാരം അത് ചെയ്യേണ്ടത് നീയാണ്. നിന്റെ പേരിൽ കള്ളക്കണക്ക് എഴുതിയ ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അവർക്കെതിരെ പോയി കേസ് കൊടുക്കും. അതിനൊക്കെ എളുപ്പമാണ്, നടക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാറിയിട്ട് മാസം 31-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത 10-ാം തീയതി വരെ ഒരു സമയമുണ്ട്. എന്തിനാ ആ സമയം? ഓരോ വ്യാപാരിയും, അത് ഇന്ത്യ മഹാരാജ്യത്തുള്ള 29 സംസ്ഥാനങ്ങളിലെ വ്യാപാരിയും വിറ്റ വിൽപ്പന റിട്ടേണിൽ കാണിക്കണം. പണ്ട് 31-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഈ ബില്ലും കെട്ടെടുത്ത് അക്കൗണ്ടിന് കൊണ്ടേ കൊടുത്തിരുന്നത് അല്ലെ? ഇനി ആ പരിപാടിയില്ല. 1-ാം തീയതി ഉള്ളത് 1-ാം തീയതി, 2-ാം തീയതി ഉള്ളത് 2-ാം തീയതി, 3-ാം തീയതി ഉള്ളത് 3-ാം തീയതി. നിങ്ങൾ അടിച്ചു ജയിച്ച ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ജനങ്ങളും അവരുടെ വിൽപ്പന അടിച്ചു കയറ്റിയാൽ അതിന്റെ മറ്റേ അർത്ഥം എന്താ? എല്ലാ ആളുകളുടെയും വാങ്ങലും അക്കൗണ്ടഡായി. ഒരു വിൽപ്പനയ്ക്ക് ഒരു വാങ്ങലില്ലേ? ഇപ്പൊ ഡൽഹിയിൽ പോയിട്ട് ഒരു ചാക്ക് ചെരുപ്പ് വാങ്ങി, ഡൽഹിക്കാരൻ ഒരു ചാക്ക് ചെരുപ്പ് മഞ്ചേരിയിലുള്ള കൈരളി ട്രേഡേഴ്സിന് വിറ്റു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മഞ്ചേരിയിലുള്ള കൈരളി ട്രേഡേഴ്സിന് ഒരു ചാക്ക് ചെരുപ്പ് വാങ്ങിയതല്ലേ? അപ്പൊ എല്ലാവരും അവനവന്റെ വിൽപ്പന കയറ്റുമ്പോ എല്ലാവരുടെയും വാങ്ങല് കയറും. നിങ്ങൾ വാങ്ങൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയല്ലോ. ഇപ്പൊ വിറ്റതൊരു വക എന്ത് ചെയ്യണം, വാങ്ങിയതൊരു വക എന്ത് ചെയ്യണം. വിറ്റെടുത്ത് വിട്ടാൽ അത് പ്രശ്നം, വാങ്ങിയെടുത്ത് വിട്ടാൽ അത് പ്രശ്നം. ആ ഒരു പ്രശ്നമല്ല. മാത്രമല്ല 10-ാം തീയതി കഴിഞ്ഞാലോ നിങ്ങളെ കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാണ് ഇത്ര 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 സാധനങ്ങൾ നീ വാങ്ങിയതാണ് കേട്ടോ. ഇപ്പൊ അതിനുള്ള സംവിധാനമില്ലല്ലോ. അപ്പൊ അങ്ങനെ നെഞ്ചത്തൊഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആരൊക്കെയാണ് എന്റെ പേര് എഴുതി തള്ളിയിട്ടാകുന്നറിയാം. അപ്പൊ അതില്ലല്ലോ. 10-ാം തീയതി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ വരികയാണ്. കഴിഞ്ഞ മാസം നിന്റെ പേരിൽ വിൽപ്പന നടത്തിയ ആളുകൾ ഇതാ, നിനക്ക് ഇതിനോട് യോജിപ്പുണ്ടോ? അങ്ങനെ ചോദിച്ചുകൂടിയുണ്ട്. നീ ഇതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടെങ്കിൽ ഓരോന്നും ടിക്ക് ചെയ്യണം. ശരിയാണ്, എന്റെ ശരിയാണ്, 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 ശരി. ഒന്ന് ശരിയല്ല, ഇത് ഞാൻ വാങ്ങിയതല്ലോ, ശരിയല്ല. അത് ടിക്ക് ചെയ്യാതിരിക്കുന്നതോടുകൂടി ആരാണോ ആ വിൽപ്പനങ്ങളെ പേരിൽ കയറ്റിയത് ഒരു SMS ചെല്ലുകയാണ്, ഈ ഇമെയിലും ചെല്ലാം. ഒരു വിവരം കിട്ടി, ഞാനിത് വാങ്ങിയിട്ടില്ല, വിവരം കിട്ടി. ഇനി ഒരു 10 ബില്ല് വാങ്ങിയത് ചേർത്തിട്ടില്ല, മറിച്ചാ സംഭവിച്ചത്. നിങ്ങൾക്ക് ഒരു മാസം 1500 ബില്ലിന്റെ പർച്ചേസ് ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോ 1490 ഉള്ളൂ. 10 ബില്ല് ചേർത്തിട്ടില്ല. ആര് ചേർത്തിട്ടില്ല? വിറ്റോ ചേർത്തിട്ടില്ല. ഏറ്റവും വലിയ സൗകര്യം എന്താണെന്നല്ലോ, അപ്പൊ ചേർത്തിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്കത് ചേർക്കാം. ഈ 10-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് സ്വയം ചേർക്കുകയും ചെയ്യാം, അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യാം. താൽക്കാലികമായി ഗവൺമെന്റ് ഒരു മാസം ക്രെഡിറ്റുകൾ തരും. അതോടൊപ്പം എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ ആരുടെ പേരിലാണോ ചേർക്കുന്നത് അവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ക്രെഡിറ്റ് എടുത്ത സംഖ്യയുടെ പലിശയും പിടിക്കും. അവന് SMS ചെല്ലും, അവന് ഇമെയിൽ ചെല്ലും. എന്നിട്ട് നീ വിറ്റ് 10 ബില്ല് ചേർന്നിട്ടില്ല എന്നാണല്ലോ കേരളത്തിലെ വ്യാപാരി പറയണത്, അല്ലെങ്കിൽ എറണാകുളത്തോരോട് പറയണം, മഞ്ചേരിത്തെ ഒരാൾ പറയണല്ലോ 10 ബില്ല് കൂടി നീ ചേർക്കാൻ പറ്റുന്നത്. ചേർത്തോ, അടുത്ത മാസം ചേർക്കാൻ സമയമുണ്ട്, അടുത്ത മാസം അയാൾക്ക് ചേർക്കാം. നീ അയാൾ ചേർക്കണില്ല വിചാരിക്കുക, അടുത്ത മാസവും ചേർക്കണില്ല വിചാരിക്കുക. നിങ്ങൾ ഈ ക്രെഡിറ്റ് എടുത്ത സംഖ്യ താനേ തിരിച്ച് അങ്ങനെ പോകും, പലിശ നിങ്ങളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകും. അപ്പൊ ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിറ്റോനും വാങ്ങിയാലും തമ്മിൽ ഒരു കരാറിലെത്താനും തെറ്റുകൾ തിരുത്താനും അവസരമുണ്ട്. ഇതിന് വലിയ സൗകര്യം എന്താ വേണ്ടത്? ഞങ്ങൾ അയക്കുന്ന 90% നോട്ടീസുകളും ഈ പ്രശ്നമാണ്. എന്ത്, നിങ്ങൾ വാങ്ങിയത് ചേർത്തില്ലട്ടോ, നിങ്ങൾ വിറ്റത് ചേർത്തില്ലട്ടോ. ഈ നിരപരാധിയായ വ്യാപാരിക്ക് ഇത് അറിയാൻ വല്ല വകുപ്പുണ്ടോ? അതോട്ടില്ലായിരുന്നു. ഇത് വിളിച്ചു വരിക, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് സർക്കാരിനെ നയങ്ങളെ വിമർശിക്കാൻ അധികാരമൊന്നുമില്ല. പക്ഷെ ഇത് നാട്ടിൽ നടക്കുന്നതാണ്, പറഞ്ഞിട്ട് വരില്ലല്ലോ. ആ ഒരു ഏറ്റവും വലിയ അപകടാവസ്ഥ പോയി. ഇനിയോ
ഏപ്രിൽ മാസത്തെ റിട്ടേണിൽ തെറ്റ് തിരുത്താൻ ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ച് മെയിലും ജൂണിലേ പറ്റുള്ളൂ. GST വന്നാലോ ഏപ്രിൽ മാസത്തെ റിട്ടേണിന്റെ തെറ്റ് തിരുത്താൻ അടുത്ത സെപ്റ്റംബർ 18 മാസം കഴിഞ്ഞിട്ട് അതുവരെ സമയമുണ്ട്. 18 മാസം എന്ന് പറഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷത്തിലെ സെപ്റ്റംബർ മാസം വരെ ഞങ്ങൾക്ക് റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. അതിനിടയിൽ ചേർത്താൽ മതി. ചേർക്കാൻ വിട്ടുപോയതിന്റെ അടുത്ത് ആ മാസം വരെയുള്ള പലിശ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം സ്വീകരിക്കുന്നു മാത്രം. പിന്നെയോ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിസംബർ വരെ സമയമുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ വ്യാപാരി സൗഹൃദമായ ഘടകം. പിന്നെയോ അടുത്ത ഘടകം എന്താ പറയുക, അസസ്മെന്റ് നടത്താനും വ്യാപാരിക്കെതിരെ അങ്ങനെ ഓർഡറുകൾ പാസ്സാക്കാനും GST നിയമം അനുവദിക്കുന്നില്ല. റിട്ടേൺ ഫയൽ ചെയ്തില്ലായിരിക്കുക. ഇപ്പൊ എന്താ പണി, ഇയാള് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കഴിഞ്ഞ എത്രയും മാസത്തെ റിട്ടേൺ കണക്കാക്കിയതിൽ നിന്ന് ഇയാൾ ഈ മാസം ഇത്ര കച്ചവടം ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് കൊടുക്കാന്റെ പേരിൽ ഒരു ഓർഡർ. ഇത് നടക്കൂല. ആദ്യം എന്ത് ചെയ്യണമെന്നോ, നിങ്ങൾക്കൊരു എഴുത്ത് തരണം. ഒരു എഴുത്ത്, ഈ മാസം റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല കേട്ടോ, ടാക്സ് അടച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ അടച്ചോ. ഈ എഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം റിട്ടേൺ ഫയൽ ചെയ്യാം. ഒരു നടപടിയില്ല. എഴുത്ത് കിട്ടിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും നിങ്ങൾ അനങ്ങളില്ല വിചാരിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് ഒരു നോട്ടീസ് തരും. നോട്ടീസ് കിട്ടിയാലോ അപ്പോഴും ചെയ്യാ ഈ പണി. എന്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ ടാക്സ് അടയ്ക്കുക, കഴിഞ്ഞ പണി. അപ്പോഴും നിങ്ങൾ അനങ്ങളില്ല വിചാരിച്ചോ. നിങ്ങൾക്ക് ഇതിൽ ഒരു ഓർഡർ പാസ്സാക്കും. ഇപ്പൊ എന്താ അവസ്ഥ, ഓർഡർ പാസ്സാക്കിയാല് നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടാൻ നേരെ അപ്പീലിൽ പോകണം. ഇവിടെ അങ്ങനെയല്ല, ഓർഡർ കിട്ടിയിട്ട് 30 ദിവസത്തിനകം നിങ്ങൾക്ക് ഈ പണി ചെയ്യാം. ഞാനാണ് ഒരു ഓർഡർ പാസ്സാക്കിയതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ റിട്ടേൺ ഫയൽ ചെയ്ത് അതിന്റെ ഓർഡർ കയറി വലിച്ചെറിയാനായിട്ട് പറ്റുള്ളൂ. 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അനങ്ങളില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്കെതിരെ അസസ്മെന്റ് ഓർഡർ പാസ്സാക്കാവൂ. അതാണ് ഇതിലെ ഏറ്റവും വ്യാപാരി സൗഹൃദമായ ഘടകം. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുണ്ടോ? ഇനിയാണ് നിങ്ങളുടെ സംശയങ്ങൾ. ഞാനിപ്പോ പറഞ്ഞതിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഞാനിപ്പോ വ്യാപാരിയാണ്, GST വരുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? GSTയിലെ ഇപ്പൊ തീരുമാനിച്ച അടിസ്ഥാന വിറ്റുവരവ് 20 ലക്ഷമാണ്. ഓ കഴിച്ചിലായി, എനിക്കിപ്പോ 9 ലക്ഷമുള്ളൂ, 10 ലക്ഷമുള്ളൂ, ഞാൻ GSTന്ന് പോയി എന്ന് വിചാരിക്കാൻ വരട്ടെ. GSTക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, GST നമ്പറിന്റെ അടിസ്ഥാനം നിങ്ങളുടെ പാനാണ്. ഇപ്പൊ ടിൻ നമ്പർ 32 1004 736 അങ്ങനെ ഒന്നും അല്ല. ഇനി പാൻ നമ്പർ അതിലുണ്ടാവും. പാനിന്റെ മുമ്പ് സ്റ്റേറ്റ് കോഡ് ഉണ്ടാവും, അവസാനം 2-3 അക്കം ഉണ്ടാവും. ബാക്കിയൊക്കെ നിങ്ങളെ പാനാ. എന്താ അതിന്റെ അപകടം? എന്താ ഒരാൾക്ക് ഒരു പാൻ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് പലർക്കും നമ്മുടെ പാൻ കാർഡിന്റെ വലിപ്പമോ അപകടമോ അറിയില്ല എന്നുള്ളതാണ് സത്യം. ബാങ്കിലേക്ക് DD എടുക്കാൻ ചെല്ലുകയാണ്, ഒരു 75,000 DD വേണം. 75,000 DD വേണമെങ്കിൽ പാൻ കാർഡ് വേണം. പാൻ കാർഡോ എന്താ സംഭവം? എന്താ അവിടെ പോയി ചോദിച്ചല്ലോ, പെട്ടിക്കടക്കാരൻ പറഞ്ഞത് പാൻ കാർഡ്. പാൻ കാർഡ് പറഞ്ഞാൽ അതെന്താണ്, ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു ID പ്രൂഫ് തരണം, ഒരു ഫോട്ടോ തരണം, ഒരു 250 റുപ്യ തരണം, പാൻ കാർഡായി. എന്തേ പാൻ കാർഡ് കിട്ടിയപ്പോ എന്താ സംഭവിച്ചു? നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഇൻകം ടാക്സ് ഓഫീസിൽ ഒരു ഫയല് തുറന്നു എന്നർത്ഥം. നമ്മളറിയില്ല, നമുക്ക് പാൻ കാർഡ് കിട്ടിയെന്നേ അറിയുള്ളൂ. ഇലക്ട്രൽ ID കാർഡ് പോലെ ഒരു കാർഡ് അല്ല, അതൊരു ഫയല. എന്നിട്ടോ നിങ്ങളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയണ്ടോ, ഒരു 3-ാം കണ്ണ് നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാൻ കാർഡിന്റെ ഫുൾ ഫോം എന്താ? അതിന്റെ തുടക്കം തന്നെ പെർമനന്റ് എന്നാണ്. പെർമനന്റ്. പാറ്റ് ആണെങ്കിൽ നിങ്ങൾ പുതുക്കണം, നിങ്ങളെ പഞ്ചായത്ത് ലൈസൻസുകൾ പുതുക്കണം, നിങ്ങളെ വാടക കരാർ പുതുക്കണം, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണം, പാസ്പോർട്ട് പുതുക്കണം. പുതുക്കേ വേണ്ട. എന്നാണ് നമ്മളെ മൂക്കിൽ പഞ്ഞി കഴിച്ചത് അന്ന് വരെ നിങ്ങളെ പിന്നാലുണ്ട്. കാരണം പുതുക്കാൻ പറഞ്ഞാൽ നിങ്ങളെ പുതുക്കൂല. ഗവൺമെന്റ് നന്നായിട്ട് അറിയാം, ഇത് പെർമനന്റ് ആണ്. അപ്പൊ എന്താ അവസ്ഥ? പാനുകൾ വരുന്നോട് കൂടി ഇനിയത്തെ റിട്ടേണിൽ നിങ്ങളെ കുറിച്ചുള്ള എല്ലാ ജാതകക്കുറിപ്പുകളും ഉണ്ട്. ഒന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഇതുവരെ നിങ്ങൾ പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും പിന്നാലെ നടക്കുക. നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഏതാണ്? നിങ്ങൾക്ക് RR ഇഷ്യൂ ആണെങ്കിലേ നിങ്ങൾ പറയട്ടെ, ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ല, അതൊക്കെ അക്കൗണ്ടിന്റെ ബാങ്കിൽ നിന്നാണ് പോണത്. എവിടെ നിങ്ങൾക്ക് 2-3 ബാങ്ക് അക്കൗണ്ട് വേറെ ഉണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മറച്ചു വെക്കാം. GSTക്ക് അത് പറ്റില്ല. ഞാനിത് പറയുന്നത് എന്താ പറയുക, വളരെ മുൻകരുതൽ എടുക്കണം.
വളരെ മുൻകരുതൽ എടുക്കണം. അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വന്നു, ബാങ്ക് അക്കൗണ്ട് വന്നുള്ള അപകടം എന്താ? നിങ്ങൾ ഞങ്ങളോട് പറയണം, നിങ്ങൾ ഞങ്ങളോട് എന്ത് പറയും? എനിക്കൊരു 25 ലക്ഷത്തിന്റെ പർച്ചേസ് കൊടുക്കും. അത് ശരി. ഇപ്പത്തെ അവസ്ഥയിൽ 25 എന്ന് പറഞ്ഞാൽ 25 വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇനിയത്തെ അവസ്ഥ എന്താണെന്നറിയോ? എത്ര പറഞ്ഞു? 25 ലക്ഷം. പക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു 40 ലക്ഷം പോയതായിട്ട് കാണുമല്ലോ. ആർക്ക് കൊടുത്തു? അങ്ങനെയുണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ പർച്ചേസ് 40ആയി. പുതിയ നിയമം വരുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിടിമുറുക്കും. ഇപ്പൊ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു നിയമമുണ്ട്, 20,000-ന് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ബാങ്കിലൂടെ നടത്താവുന്നു. ഇപ്പോഴത്തെ നിയമങ്ങൾ എന്തൊക്കെയാന്നൊക്കെ പെട്ടെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായല്ലോ. ഇതുവരെ നമുക്ക് നിയമം എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോ ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡാ. അപ്പോ 20 ലക്ഷമാണ് പരിധി എന്ന് പറയുമ്പോൾ അത്രയും നിയന്ത്രണങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ മേലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല, മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ അസസ്മെന്റ് ഓർഡർ പാസ്സാക്കാം. ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തില്ല, അസസ്മെന്റ് ഓർഡർ പാസ്സാക്കാം. GST നിയമം അത്തരം അധികാരങ്ങളൊക്കെ ഉദ്യോഗസ്ഥരെ കൈ കയറി പിടിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് അനുകൂലമാണ്. ഇത് ബാങ്കുമായി ലിങ്ക്ഡ് ആകുമ്പോഴാണ് ഇതിലൊക്കെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എത്ര പർച്ചേസ് കൊടുക്കും, എത്ര സെയിൽസ് കൊടുക്കും. നാളെ ഇതിന്റെ പേര് തന്നെ എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങളുടെ റിട്ടേൺ, നിങ്ങൾ ഫയൽ ചെയ്യുന്ന റിട്ടേണാ. പക്ഷെ ഞങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ റിട്ടേണിലെ ഉപയോഗിച്ച വാക്ക് ഡാഷ്ബോർഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. നമ്മളെ കാറിന്റെ ഡാഷ്ബോർഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെ ഉണ്ട്? അതിൽ പെട്രോൾ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഓയിൽ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്, ഹീറ്റ് മീറ്റർ ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്ന പോലെ റിട്ടേൺ തുറന്നു വരുമ്പോൾ ഒരുപാട് ഡാഷ്ബോർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. അതിൽ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ്.